അപ്പം അക്കാലത്ത് ഇപ്പോൾ കാണുന്നത് പോലെ ആത്മീയ അഭിഷേക ധ്യാനങ്ങളും ആന്തരിക സൗഖ്യങ്ങളും ഒന്നും തുടങ്ങിയിരുന്നില്ല. അത്ഭുതങ്ങളുടെ സുവിശേഷങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 80കളുടെ മധ്യഭാഗത്ത് അങ്കമാലി ഭാഗത്ത് നിന്ന് പള്ളികൾ തോറും പോയി ഓരോ ടീമുകൾ നടത്തിയിരുന്ന പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ ആരംഭിച്ചിരുന്നു. ആ ധ്യാനങ്ങൾ അത്ഭുതങ്ങൾ നടത്തി ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളായി ഇന്നത്തെ രൂപത്തിൽ ഹോൾസെയിൽ നിരക്കിലോ റീറ്റെയിൽ നിരക്കിലോ ഒന്നും ആരംഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തെള്ളിത്തോട്ടിലും പൂതാളിയിലും ഇരുമലക്കപ്പിലും പാറത്തോടിലും മുക്കുടത്തിലുമൊക്കെയുള്ള പള്ളികളിൽ പല ടീമുകൾ വന്ന്, അവരുടെ ഒരേ സംവിധാനത്തിൽ നിന്ന് വന്ന പല ടീമുകൾ വന്ന് വൈകുന്നേരങ്ങളിലെ കൺവെൻഷൻ നടത്താൻ തുടങ്ങി. അതിന് പോപ്പുലർ മിഷൻ ധ്യാനം എന്നാണ് പറയുക. ആളുകളെല്ലാം കൂലിപ്പണിക്കാരോ കൃഷിക്കാരോ ഒക്കെ ആയതുകൊണ്ടാവണം വൈകുന്നേരം 5:30 മുതലാണ് അവിടെ ധ്യാനം ആരംഭിക്കുക. പിന്നീട് അങ്ങോട്ട് ഈ ധ്യാനത്തിൻ്റെ നാളുകളായി. അപ്പോൾ വൈകുന്നേരം കൂലിപ്പണി കഴിഞ്ഞ് വന്ന് ധ്യാനം നടത്തുന്നവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മയാണ്. അത് അമ്മയ്ക്ക് ഒരു എക്സ്ട്രാ വരുമാനവും കുറച്ച് മിച്ചം ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോകാനും ഉണ്ടാവും. അമ്മയ്ക്ക് കൂട്ടിനായി വൈകുന്നേരം ഞാൻ എൻ്റെ പുസ്തകങ്ങളും എടുത്ത് പള്ളിയുടെ പിറകിലെ കിച്ചണിലേക്ക് പോകും. അപ്പം പള്ളിയും പള്ളിമുറിയുമൊക്കെ ഒരു ഭിത്തിയുടെ വ്യത്യാസത്തിൽ ചേർന്നിരിക്കുന്നതാണ്. അൾത്താരയുടെ ഇടതുവശത്ത് നിന്ന് പിറകോട്ടുള്ള വാതിൽ തുറന്നാൽ പള്ളിയിലച്ഛൻ്റെ മുറിയായി. ആ കൊച്ചുമുറിയെ തന്നെ 2ആയി തിരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് അച്ഛനാളുകളെ കാണുന്ന കസേരയിട്ട, അത് പ്ലാസ്റ്റിക് പാകി നെയ്ത കസേരയാണ്. ആ കസേരയുടെ പിറകിൽ ഒരു 2 സ്റ്റീൽ അലമാരകൾ നിരത്തി വെച്ചാണ് അച്ഛൻ കിടക്കുന്ന ഭാഗവുമായി വേർതിരിക്കുന്നത്. ആ സ്റ്റീൽ അലമാരയുടെ പിറകു വശമാണ് അച്ഛൻ ഇരുന്ന ആളുകളെ സ്വീകരിക്കുന്ന ഭാഗത്തേക്ക് കാണുക. അവിടെ പണ്ടെങ്ങോ റോമിൽ പോയപ്പോഴോ ആരെയോ കണ്ടപ്പോഴോ, അന്നൊന്നും ഫോട്ടോഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് റിയൽ ആയിരിക്കാം, അച്ഛൻ റോമിൽ പോയൊരു ഫോട്ടോയും അവിടെ കാണിക്കുന്നുണ്ട്. അതിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ റോമിൽ പോയതിൻ്റെ ഒരു വാലിഡിറ്റി, മാർപ്പാപ്പയെ കണ്ടതിൻ്റെ വാലിഡിറ്റിയും അച്ഛൻ പറയാതെ തന്നെ വിശ്വാസികളെ മുഴുവൻ പറഞ്ഞറിയിച്ചു. അച്ഛൻ കിടക്കുന്ന മുറിയും ഊണുമുറിയും തമ്മിൽ പലക കൊണ്ടും തിരിച്ചിരിക്കുകയാണ്. ചെറിയൊരു കൊളുത്തിട്ട് അടയ്ക്കാവുന്ന ഒരു കൊച്ചു വാതിലുണ്ട്. അതും കഴിഞ്ഞ് വാതിൽ കിടന്നാൽ ഒരു കോറിഡോറാണ്. ആ കോറിഡോറിൻ്റെ ഒരു വശത്ത് ടോയ്ലറ്റും കുളിമുറിയാണ്. അതിൻ്റെ മറുവശത്താണ് അടുക്കള. അപ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ വന്നിരുന്ന് ഞാനൊരു സ്റ്റൂളിലിരുന്ന് പാതി മയക്കത്തിലാണ് ഹോംവർക്കൊക്കെ ചെയ്യുന്നത്. പള്ളിക്കകത്ത് സ്തുതിപ്പും ആരാധനയും സ്തോത്രവും ഹാലേലിയായുമൊക്കെ ആരവത്തോടെ തുടരുകയാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരിയൊക്കെ അക്കാലത്തിറങ്ങിയ ജീവസുറ്റ പാട്ടുകളാണ്. ഈ പാട്ടൊക്കെ ആളുകളെ പഠിപ്പിച്ച് പാടുന്ന പദ്ധതി, നല്ല ഓർഗണൊക്കെ വായിച്ച് ആരവത്തോടുകൂടി പള്ളിയിൽ നടക്കുകയാണ്. ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. അമ്മ ഒരു വലിയ ചെമ്പ് കലത്തിൽ ചോറുണ്ടാക്കിക്കൊണ്ടിരിക്കുക. 6-7 പേരോളമുണ്ട് ഈ ധ്യാനിപ്പിക്കാൻ, ഗായകരടക്കം. അവരെല്ലാം പുറത്തുനിന്ന് വരുന്നവരാണ്. അപ്പോൾ ഈ രാത്രിയായിട്ടുണ്ട്, 8-9 മണിയായിട്ടുണ്ടാണ്. 9-9:30 വരെയാണ് ഈ ധ്യാനം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാളുടെ പ്രസംഗം തകർന്ന് നടക്കുകയാണ്. ആത്മീയ അഭിഷേകവും സൗഖ്യവും ഒക്കെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ആ ഒരു സെഷൻ കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് രോഗസൗഖ്യം കിട്ടിയവരുടെ ലിസ്റ്റ് അച്ഛൻ വിളിച്ച് പറയുകയാണ്. അപ്പം അതിനു മുമ്പ് സ്തുതിപ്പും ഹാലേലിയായും ആത്മീയ അഭിഷേകവും ഒക്കെ കൊടുക്കുന്ന അൽമായനായൊരു മനുഷ്യൻ, അദ്ദേഹം വൈദികനല്ല, അദ്ദേഹം ഒരു സ്തുതിപ്പിൻ്റെ ആരവം കഴിഞ്ഞപ്പോൾ പതിയെ അടുക്കളയിലേക്ക് വന്നു. അയാൾ ഒരു കണ്ണാപ്പ കൊണ്ട് ചോറ് കോരി ചോറ്റുകൊട്ടയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോൾ ഇയാൾ വന്ന് പുറകിൽ നിന്ന് അമ്മയെ ഒരൊറ്റപ്പെടുത്തും. ആ കണ്ണാപ്പയോടുകൂടി അത് താഴേക്ക് പോയി എന്ന് മാത്രമല്ല, അമ്മയൊരു കുട്ടിച്ചാത്തനെ പോലെ അലറിക്കൊണ്ട് തിരിഞ്ഞു നിന്നു. നീ എന്നെക്കുറിച്ച് എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? പാതി ഉറക്കത്തിലായിരുന്നു ഞാൻ. ഞെട്ടി എണീറ്റ് ഭയന്ന് നിൽക്കുമ്പോൾ അമ്മ അയാളെ അടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ഒന്നും സംഭവിക്കാത്തതുപോലെ, ഇനി ഈ കണ്ണാപ്പ കൊണ്ട് അടിച്ചിട്ടാണോ ഇത് താഴെ പോയതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അയാൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആത്മീയ പാരമ്യത്തിൽ തിരിച്ച് അൾത്താരയിലേക്ക് പോയി സ്തുതിപ്പ് തുടർന്നു. 2 സെക്കൻഡിനകം കണ്ണാപ്പ വീണ് ഒച്ച കേട്ടിട്ടാണോ എന്നറിയില്ല, വികാരിയായ കൊച്ചച്ഛൻ, പ്രായം അധികമില്ല, 28 വയസ്സിൽ കൂടുതൽ അന്ന് അച്ഛനില്ല, വന്ന് ഒന്നും സംസാരിക്കാതെ കൈകൂപ്പി അമ്മയുടെ മുമ്പിൽ ദയനീയമായി നിൽക്കുന്ന ഒരു വികാരി അച്ഛൻ്റെ മുഖം ഇന്ന് ഞാൻ മറന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത്
നാറ്റിക്കരുതേ എന്നുള്ളൊരു അപേക്ഷയാണ് എന്നുള്ളത് എനിക്കിപ്പോഴും വായിച്ചെടുക്കാനാവും. ആ കണ്ണാപ്പയും ചോറും കറികളും ഒക്കെ അവിടെ തന്നെ ഇട്ടിട്ട് എൻ്റെ കൈയും പിടിച്ച് അമ്മ ആ കുശിനിയിൽ നിന്നിറങ്ങി പള്ളിയുടെ താഴേക്ക് പോയി കുഞ്ചരക്കാട്ട് പാറയും കിടന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ വികാരി ഈ വന്നിരിക്കുന്ന ധ്യാനഗുരു സൗഖ്യം കിട്ടിയവരുടെയും അത്ഭുതങ്ങൾ നടന്നവരുടെയും ഒക്കെ ഉടുപ്പിൻ്റെ നിറവും പേരും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. വികാരിയച്ഛൻ്റെ വെപ്പുകാരനും കപ്പ്യാരുമൊക്കെ ആയിരുന്ന ജെയിംസ് 8ാം ക്ലാസ്സിൽ ജയിച്ചില്ല. അച്ഛൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരുന്നതോ പാരൽ കോളേജിൽ പഠിപ്പിച്ചതോ ഒന്നും അവൻ്റെ പഠിത്തത്തിന് ആക്കം കൂട്ടിയില്ല എന്ന് അത് തെളിയിക്കുന്നു. അതുകൊണ്ടാവണം അവൻ്റെ അപ്പനും അമ്മയുമൊക്കെ ആ വർഷം കൂടി അച്ഛൻ്റെ കൂടെ അവനെ നിർത്തിയിട്ട് 9ലേക്ക് കയറിയപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. അങ്ങനെ അവൻ ഒരു ക്ലാസ് തോറ്റുപോയതുകൊണ്ട് തലേ വർഷം തന്നെ ഞാനും ജെയിംസും ഒരു ക്ലാസ്സിലായി പഠനം. ഇക്കുറി ഞാൻ 9ലേക്ക് കയറി. 9ലേക്ക് കയറിയപ്പോൾ ജെയിംസ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയതിനാൽ എൻ്റെ മുമ്പിൽ 2 പദവികൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നു. കോട്ടയത്ത് നിന്ന് പുതിയതായി ഒരു അച്ഛൻ വന്നു. ആ അച്ഛൻ പക്ഷേ കുശിനിക്കാരനെയുമായിട്ടാണ് വന്നത്. അങ്ങനെ ആ സ്ഥാനം കിട്ടാനുള്ള തീറ്റ കൂടുതൽ കഴിക്കാവുന്ന രുചിപദാർത്ഥങ്ങളുടെ സാധ്യതയുള്ള കുശിനിക്കാരൻ്റെ പണി എനിക്ക് കിട്ടിയില്ല. ആ ചേട്ടൻ കോട്ടയത്ത് നീണ്ടൂർ ഭാഗത്തുനിന്ന് വന്നതായിരുന്നു. അദ്ദേഹത്തിന് കാലാവസ്ഥ പെട്ടെന്ന് ബോധിക്കാതെ ആകണേയെന്നും പനിയും ജലദോഷവുമൊക്കെ വന്നാൽ അദ്ദേഹം ഈ കാലാവസ്ഥ പിടിക്കില്ലെന്ന കാരണം പറഞ്ഞ് കോട്ടയത്തേക്ക് മടങ്ങിപ്പോക്കോളുമെന്നും ഉള്ള ഒരു പ്രതീക്ഷ എന്നെ എപ്പോഴും ആ ഒരു വേക്കൻസിയെ നോക്കി കാത്തിരിക്കാൻ തയ്യാറാക്കി. ജെയിംസ് മടങ്ങിപ്പോയപ്പോൾ അൾത്താര ബാലന്മാരിൽ വലിയ കുഴപ്പമില്ലാത്ത സീനിയോറിറ്റി നിലനിർത്തിയിരുന്ന എനിക്ക് കപ്പ്യാർ പദവി കിട്ടി. 75 രൂപ മാസശമ്പളം. അങ്ങനെ എൻ്റെ ആദ്യത്തെ ശമ്പളമുള്ള പണി അതായി മാറി. അമ്മയുടെ കൂടെ കൂലിപ്പണിക്ക് പോകുമെങ്കിലും പോകുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു ബോണ്ടയും ചായയും കിട്ടുമെന്നല്ലാതെ പ്രത്യേക വരുമാനം എൻ്റെ പേരിൽ ഒരിക്കലും തന്നിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ നേടിയിരുന്നതിനെക്കുറിച്ച് അമ്മ പറഞ്ഞുമില്ല. ജെയിംസ് പോയപ്പോൾ കപ്പ്യാർ പദവി കിട്ടിയത് എനിക്ക് ഒരു മാസശമ്പളക്കാരൻ്റെ പദവിയും വീട്ടിൽ നേടിത്തന്നു. വറീതി ചേട്ടൻ കോട്ടയത്തേക്ക് മടങ്ങിപ്പോകുകയാണെങ്കിൽ അച്ഛൻ്റെ കുശിനിക്കാരനാകാമെന്നുള്ള പ്രതീക്ഷയും അതിലൂടെ കിട്ടുന്ന മറ്റൊരു 75 രൂപയും എന്നെ എപ്പോഴും കൊതിപ്പിച്ചു കൊണ്ടിരുന്നു. 3-4 മാസം അച്ഛൻ്റെ കുശിനിപ്പണി ചെയ്തിട്ട് കാലാവസ്ഥ പിടിക്കുന്നില്ല എന്ന കാരണത്താൽ ആ ചേട്ടൻ കോട്ടയത്തേക്ക് മടങ്ങിപ്പോയി. ആ പ്രാവശ്യം മാത്രമാണ് തലകുനിച്ച് അല്പം ചാഞ്ഞു നിൽക്കുന്ന യൗസേപ്പിതാവ് എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന കേട്ടത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ വിശുദ്ധന്മാരും എൻ്റെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ മുമ്പിലെത്തിക്കാൻ മിക്കവാറും മടി കാണിച്ചതാണ്. അല്പം വൈകിയാണെങ്കിലും വറീതി ചേട്ടനെ രോഗിയാക്കിയിട്ടാണെങ്കിലും എനിക്ക് പുതിയ പണി കിട്ടാനുള്ള സാഹചര്യം അന്ന് വിശുദ്ധന്മാരൊക്കെ കൂടി ഗ്രൂപ്പായിട്ട് ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നിരിക്കണം. എന്താണെങ്കിലും അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് താമസം മാറി പള്ളിയിൽ തന്നെയായി താമസം. പള്ളിയിലെ കുശിനിക്കാരൻ്റെ പദവി കപ്പ്യാരുടെ പദവിയും കൂട്ടിച്ചേർത്താകുമ്പോൾ പ്രത്യേക രീതിയിലുള്ള ഒരു ടൈം ടേബിൾ നിലനിർത്തിയുള്ള പരിപാടിയാണ്. വെളുപ്പിനെ 5:30 ആകുമ്പോഴേറ്റ് ഉണർത്തുമണി അടിക്കണം. ഉണർത്തുമണി അടിച്ചതിന് ശേഷം പള്ളിയിൽ കയറി കോളാമ്പിയിലൂടെ പാട്ട് വെച്ച് നാട്ടുകാരെ മുഴുവൻ ഉണർത്തണം. കാരണം എല്ലാവർക്കും ക്ലോക്കും അലാറവും ഒന്നുമില്ലല്ലോ. പള്ളിയിൽ 5:30 വെക്കുന്ന പാട്ടിനാണ് കുട്ടികളൊക്കെ പരിസരങ്ങളിൽ കമ്പിളി കണ്ടത്തും തെള്ളിത്തോട്ടിലുമൊക്കെ ഉള്ളവർ ഉണർന്നെണീറ്റ് പഠിക്കാൻ തുടങ്ങുക, ഇല്ലെങ്കിൽ വീട്ടിൽ പണി ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ പാട്ട് ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നൊക്കെ ഉള്ളതായിരുന്നു അന്ന് എല്ലാ ദിവസവും വയ്ക്കുന്നത്. അലകടലും അങ്ങനെയൊക്കെ. ഇത് തുടർന്നതിന് ശേഷം അച്ഛന് കടുങ്കാപ്പി ഉണ്ടാക്കി സോസറിന് മുകളിലൊരു കപ്പും വെച്ച് പഞ്ചസാര സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിലെടുത്ത് ഊണുമുറിയിലെ ടേബിളിൽ കൊണ്ടുപോയി വെക്കണം. അച്ഛൻ എഴുന്നേറ്റ് വന്ന് അത് കുടിക്കുന്നത് നോക്കി നിൽക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ പോയി കുർബാനയ്ക്ക് 6:45 കുർബാനയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് വരണം. അതിന് പോകുന്നതിന് തൊട്ട് മുമ്പായി വിറക് കത്തിച്ച് അച്ഛന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക എന്നുള്ളൊരു ജോലിയുമുണ്ട്. കുർബാനയ്ക്ക് ഇറങ്ങി വരുമ്പോഴേക്കും തീ കെട്ട് തുടങ്ങുമെങ്കിലും കുഴലുകൊണ്ട് ഊതി കത്തിച്ച് പുതിയ വിറകുകൾ ഇട്ട് കൊടുത്ത് തിളച്ച വെള്ളം വാങ്ങിയെടുത്തു കൊണ്ടുപോയി കൊറിഡോറിനപ്പുറത്തുള്ള ആ ടോയ്ലറ്റിൽ വെക്കണം. അങ്ങനെ അച്ഛൻ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ കപ്പ്യാർ ഉദ്യോഗസ്ഥനായി അച്ഛൻ്റെ കൂടെ ഞാൻ പള്ളിക്കകത്തേക്ക് പോകും.
പോകുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തയ്യാറാക്കി ടേബിളിൽ വെക്കണം. മടങ്ങി വന്നു കഴിയുമ്പം ആരെങ്കിലും 1-2 പേരെ കണ്ടിട്ട് അച്ഛൻ വന്ന് കാപ്പി കുടിക്കും. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അച്ഛൻ്റെ കൂടെയല്ല. അച്ഛൻ കഴിക്കുമ്പോൾ കൈകെട്ടി അവിടെ നിൽക്കുക എന്ന ജോലിയാണ് എനിക്കുള്ളത്. ഇത് കഴിഞ്ഞ് എനിക്ക് പള്ളിക്കൂടത്തിലേക്ക് 8:30 ആകുമ്പോൾ 8:45 പോകണം. അപ്പോൾ 8:45 9 ആകുമ്പോഴും ആണെങ്കിലും പോയാൽ മതി. അപ്പോൾ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അക്കാലത്ത് ഈ കോട്ടയത്ത് നിന്ന് വന്ന ഈ അച്ഛൻ്റെ ഒരു ബന്ധു ഇടയ്ക്കിടെ ഹൈറേഞ്ചിൽ ഞങ്ങളുടെ പള്ളിയിൽ വരും. അച്ഛൻ്റെ ഈ ബന്ധു വരുമ്പോൾ അച്ഛൻ്റെ മുറിക്ക് ഇപ്പുറത്ത് പലകയോട് ചേർന്ന് പലക വിട്ട് തിരിച്ചിട്ടുണ്ട്. ആ പലകയോട് ചേർന്ന് തന്നെയാണ് എൻ്റെ സിംഗിൾ കോട്ട് കട്ടിൽ. ആ കട്ടിലിൽ ഒരു കരിമ്പടമാണുള്ളത്. അക്കാലത്ത് കമ്പിളികണ്ടത്തൊക്കെ നല്ല തണുപ്പുള്ള സമയമാണ്. ഫാനൊന്നും ഉപയോഗിക്കേണ്ട ഏത് ചൂടുകാലത്തും. അപ്പോൾ അച്ഛൻ കിടന്നിരുന്നതിൻ്റെ മറുവശത്ത് പലകയ്ക്കപ്പുറമുള്ള മുറിയിൽ ഊണുമുറിയിൽ തന്നെ ഇട്ടിരിക്കുന്ന ഒരു കട്ടിലാണ്. ആ കട്ടിലിൽ ഞാൻ കിടക്കുന്നത് ഈ അച്ഛൻ്റെ ബന്ധു റെഗുലറായി വരുമ്പോൾ എൻ്റെ സ്ഥാനം നഷ്ടപ്പെടും. ആ കമ്പിളിയും നഷ്ടപ്പെടും, കട്ടിലും നഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് ആകെയുള്ളൊരു മാർഗം ഒരു കീറിയൊരു ബെഡ്ഷീറ്റുണ്ട്. ആ ബെഡ്ഷീറ്റുമായി വന്ന് അടുക്കളയിൽ നിലത്ത് അത് വിരിച്ചിട്ട് അത് തന്നെ പുതയ്ക്കുക എന്നുള്ളതാണ്. ഇനി തണുപ്പ് കൂടുമ്പോൾ ഉടുത്തിരുന്ന മുണ്ട് പറിച്ച് പുതച്ചും ഞാൻ കിടന്നുറങ്ങാറുണ്ട്. എൻ്റെ കിടക്ക നഷ്ടപ്പെടുന്ന ദുഃഖമുള്ളത് കൊണ്ട് അയാൾ അവിടെ വരുന്നത് എനിക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. റെഗുലറായി പള്ളിയിൽ നിന്ന് സെമിത്തേരിയിലേക്ക് പോകുന്ന വഴിയിൽ പോയി നിന്ന് വിൽസ് വലിക്കുന്ന ഒരു ചേട്ടനായിരുന്നു അത്. എനിക്കന്ന് 14 വയസ്സൊക്കെ ഉള്ളൂ. 14 വയസ്സാകുന്നേ ഉള്ളൂ. 9-ലല്ലേ പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അന്നൊരു 10-27 വയസ്സുണ്ട്, 26-27 വയസ്സ്. അപ്പോൾ ഈ മനുഷ്യൻ ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും സ്കൂൾ വിട്ട് നേരെ ഞാൻ പള്ളിയിലേക്ക് വരില്ല. ഇടയ്ക്ക് വീട്ടിൽ കയറി അമ്മയുണ്ടെങ്കിൽ അമ്മ പണി നിർത്തി വന്നിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ ഒന്ന് കണ്ട്, ഇല്ല പെങ്ങന്മാരെ കണ്ടിട്ട് അമ്മ വരുന്നവരെ നോക്കിയിരുന്ന് എന്തെങ്കിലും കറിയൊക്കെ അമ്മ ഉണ്ടാക്കി തന്നാൽ അതുമായിട്ടാണ് പള്ളിയിലേക്ക് വരിക. ഒരു ദിവസം വൈകുന്നേരം ഞാൻ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയുടെ അച്ഛൻ്റെ മുറിയുടെ സൈഡ് കടന്ന് പിറകു വശത്തു കൂടി അടുക്കളയിലേക്ക് കയറുമ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചിൽ എനിക്ക് ആ പള്ളി മുറിക്കകത്തുനിന്ന് കേൾക്കാം. എന്നെ വിട്, എനിക്ക് പേടിയാണ്. അപ്പോൾ ഈ അടുക്കളയിലേക്ക് പുറത്തുനിന്ന് കയറുന്ന വാതിൽ 4 കള്ളികളായി തിരിച്ചാണ്. ഓരോ പാളിയും 2ആയിട്ട് മധ്യത്തിലൂടെ ഇടുന്നു. എന്നിട്ട് സാക്ഷ ഇടുന്നതാണ്. അത് അടഞ്ഞിട്ടില്ല, ചാരിയിട്ടേ ഉള്ളൂ. അത് തള്ളി തുറന്ന് ഞാൻ അകത്തേക്ക് കയറിയിട്ട് വേഗം ചെല്ലുമ്പോൾ ഈ കോറിഡോറിൻ്റെ അപ്പുറത്തുള്ള ഞാൻ കിടന്നുകൊണ്ടിരുന്ന കട്ടിലിൽ ഈ പെണ്ണിനെ, ഒരു പാവാടയും ബ്ലൗസും ഇട്ട് ആ പ്രദേശത്തുള്ള ഒരാളാണ്. ആ പുള്ളിക്കാരത്തിയെ ഒരു മനുഷ്യൻ ഈ ബന്ധു, അച്ഛൻ്റെ ബന്ധു പിടിച്ച് കട്ടിലേക്ക് കിടത്താൻ നോക്കുക. അപ്പോൾ എന്നെ കണ്ടതും ആ പെണ്ണിറങ്ങി ഓടി രക്ഷപ്പെട്ടു. എൻ്റെ അന്നത്തെ വരവിലൂടെ അവൾക്ക് അത് അരുതാത്തതൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ അത് അമ്മയോടൊന്നും അക്കാലത്ത് പറഞ്ഞില്ല. പിന്നീട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അവരൊക്കെ വലിയ ആളുകളാണ്, എൻ്റെ മക്കളൊന്നും പറയാൻ പോകണ്ട എന്ന്. പിന്നീട് ആ പെൺകുട്ടി ഇതിൻ്റെയൊക്കെ പരിണിത ഫലത്തിലാണോ എന്നറിയില്ല, അഗാധമായൊരു വിഷാദത്തിലേക്ക് വഴുതി വീണപ്പോഴും അവരുടെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ പറഞ്ഞത് അവൾ എന്തോ കണ്ട് പേടിച്ചതാണ്. അവൾ കണ്ട് പേടിച്ചത് എന്താണെന്ന്, അവളുടെ ദുരനുഭവം തന്നെയാണ് എന്ന് അറിയാവുന്നത് എനിക്ക് മാത്രമാണ്. പക്ഷെ ഞാനതൊരിക്കലും പറഞ്ഞില്ല. അത് പറയാനുള്ള ധൈര്യവും അല്ലെങ്കിൽ തൻ്റെ ഇടമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നീടുള്ള കാലത്ത് ഞാൻ ഓർത്തിട്ടുണ്ട്, പല തലങ്ങളിലും സത്യം വിളിച്ച് പറയാതിരുന്നപ്പോഴൊക്കെ ഞാനൊരു ഭീരുവായിരുന്നില്ലേ എന്ന് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. വികാരിയച്ഛന് വിരുന്നുകാരുള്ള ദിവസങ്ങളിൽ ആ പ്രദേശത്തുള്ള ഇടവക്കാരിൽ ആരെങ്കിലും കറി ഉണ്ടാക്കി കൊടുത്തുവിടുന്ന ഒരു ശീലമുണ്ടായിരുന്നു കൊണ്ടാണ് ആ പെൺകുട്ടി അന്ന് അവിടെ എത്തിയത്. കുട്ടിയല്ല, 10-18 വയസ്സുള്ള കുട്ടിയാണ്. 20 വയസ്സിൽ താഴെയാണ് എന്താണെങ്കിലും, വലിയ പാവാടയും ബ്ലൗസും. അപ്പോൾ അച്ഛൻ്റെ ബന്ധു വന്നതറിഞ്ഞ് അച്ഛൻ വൈകുന്നേരം എവിടെയോ കുടുംബത്തിലെ കൂട്ടായ്മ യോഗത്തിന് പോയതിൻ്റെ സമയത്താണ് ഈ കുട്ടി ഈ കുശിനിക്കാരനായ ഞാനുണ്ടാക്കുന്ന കറിയുടെ രുചി കുറവുണ്ടാകും എന്ന കാരണത്താൽ കറി ഉണ്ടാക്കി അവളുടെ അമ്മ അവൾക്ക് കൊടുത്തു വിട്ടത്. പിന്നീടുള്ള കാലത്ത് അവൾ എന്നെ നോക്കുമ്പോൾ അവളുടെ കണ്ണും എൻ്റെ കണ്ണും തമ്മിൽ ഇടഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. 1989
9ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയതിന് ശേഷം വേനലവധി തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞാൻ വികാരിയച്ഛൻ്റെ വെപ്പുകാരൻ എന്ന പദവി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങി. കപ്യാർ ഉദ്യോഗവും അവസാനിപ്പിച്ചു. അമ്മ അപ്പോഴേക്കും കുഞ്ഞുഞ്ഞമ്മ ചേട്ടത്തിയുടെ കൂട്ടത്തിൽ നിന്നുള്ള പണിയൊക്കെ മാറി 1 വർഷം മുമ്പേ മുതലേ സ്വന്തമായി പണിയെടുത്ത് 10 പണിക്കാരെയും കൂട്ടി പണി ചെയ്യാൻ തുടങ്ങിയിരുന്നു. കൊന്നത്തടി പഞ്ചായത്തിൽ നിന്ന് പാറത്തോട്ടിൻ്റെ ഭാഗം ചേർന്നുള്ള തോടിൻ്റെ ലേലമേറ്റെടുത്ത് മണൽ വാരി നാട്ടിലുള്ള കെട്ടിടം പണികൾക്കൊക്കെ കൊടുക്കാനുള്ള അവകാശവും അമ്മ എല്ലാ വർഷവും ഏറ്റെടുത്തു. അങ്ങനെ ആവുമ്പോൾ വേനലവധിക്ക് അമ്മയോടൊപ്പം ലാലിയോടൊപ്പം പണിക്ക് പോകുന്ന ശീലത്തിലേക്ക് ഞാൻ കടന്നു. എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് 1300 രൂപ ലോൺ അടച്ച് തീർക്കുന്നതിനുള്ള കാരണം പറഞ്ഞ് പണമുണ്ടാക്കാനായി മലബാറിലേക്ക് പോയ അപ്പൻ ഒരിക്കലും തിരിച്ചു വന്നില്ല എന്ന വേദനയും കളിക്കളത്തിലും നാട്ടിലും ആളുകൾ തന്തയില്ലാത്തവനെന്ന് വിളിക്കുന്ന ആക്ഷേപവും കുമിഞ്ഞുകൂടി എന്നിൽ അപ്പനോടും ലോകത്തോട് തന്നെയും ഒരു വലിയ പ്രതികാര മനോഭാവം വളർന്നു വന്നു. ആ പകയും വെറുപ്പും എന്നിൽ കുമിഞ്ഞുകൂടിയപ്പോൾ അതെന്നിൽ ആളിക്കത്തിയത് അമ്മയോടും സഹോദരിമാരുമോടുമുള്ള അഗ്രസീവായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയിലൂടെയായിരുന്നു. അത് എന്നെ ഒരു വിമതനായോ വിപ്ലവകാരിയായോ വഴക്കാളിയായോ ഒക്കെ തീർത്തു. കൗമാരത്തിൻ്റെ ആ ഭ്രമണപഥമൊക്കെ വിട്ട് എന്നിലൊരു ഗ്രഹണം ബാധിച്ചു തുടങ്ങുകയായിരുന്നു. 10ാം ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പുള്ള 2 മാസക്കാലം ഞാൻ അമ്മയോടും ലാലിയോടുമൊപ്പം പണിക്ക് പോയി. മിക്കവാറും വഴക്കും ബഹളവും വീട്ടിൽ പതിവായി. ജെസ്സി പ്രീ ഡിഗ്രിയോടുകൂടി പഠനം നിർത്തുകയും അമ്മ വാങ്ങിക്കൊടുത്ത ഉഷ തയ്യൽ മെഷീനിൽ ചവിട്ടി കൂടുതൽ ഉടുപ്പുകൾ തുന്നിച്ചേർത്ത് അമ്മയ്ക്ക് അഡീഷണൽ വരുമാനം കൂടി ഉണ്ടാക്കിക്കൊടുത്തു. വീട്ടിൽ 2-3 എരുമകളായി. അവയുടെ വരുമാനവും കൂടി ആയപ്പോൾ പിന്നീട് അങ്ങോട്ട് വിശപ്പിൻ്റെ കാലം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. അക്കാലത്ത് ഞാൻ പള്ളിക്കൂടത്തിൽ പോകുന്നത് പോലും 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ പലപ്പോഴും ഉപേക്ഷിച്ച് അവിടെയും ഇവിടെയുമൊക്കെ കറങ്ങി നടന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒന്നും ലോകത്തിലേക്ക് പോയില്ലെങ്കിലും വിപ്ലവം നടത്താനെന്ന രീതിയിൽ എല്ലാത്തിനോടും പകപ്പോടും വെറുപ്പോടും കൂടി ഞാൻ കറങ്ങി നടന്നു. ഞാൻ ക്ലാസ്സിലെത്തുന്നില്ലെന്ന് അമ്മയെ അറിയിച്ച ലില്ലി ടീച്ചറെ ഞാൻ അസഭ്യം പറഞ്ഞു. എൻ്റെ അധ്യാപകർക്കെല്ലാം ഞാനൊരു തലവേദനയായി. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനായി മാറാനുള്ള എൻ്റെ ഒരു യാത്ര അപ്പോഴാണ് തുടങ്ങിയത്. മിക്കവാറും രോഗം പറഞ്ഞും അസ്വസ്ഥത പറഞ്ഞും തലകറക്കം പറഞ്ഞുമൊക്കെ ഞാൻ പള്ളിക്കൂടത്തിൽ പോകാതെയായി. ചെന്നാൽ തന്നെ അക്കാരണങ്ങൾ പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ക്ലാസ് റൂം വിടാനും ഞാൻ കാരണം കണ്ടെത്തി. അങ്ങനെ പഠനത്തിൽ താല്പര്യമില്ലാതെ, ജീവിതത്തിൽ താല്പര്യമില്ലാതെ, കുടുംബത്തിനോടിഷ്ടമില്ലാതെ, അമ്മയോടിഷ്ടമില്ലാതെ, സഹോദരിമാരോടിഷ്ടമില്ലാതെ ഞാൻ തികച്ചും വ്യത്യസ്തനായ, തികച്ചും വെറുക്കപ്പെടേണ്ടവനായ ഒരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് 15 വയസ്സാണ്. കൗമാരത്തിൽ അത്രയും വയലൻ്റായിട്ടുള്ള പെരുമാറ്റ രീതികൾ എൻ്റെ നാട്ടിൽ ആർക്കും ശീലമുള്ളതായിരുന്നില്ല. മകനെക്കുറിച്ചുള്ള പ്രതീക്ഷകളിൽ കുടുംബത്തെയും പെൺമക്കളെയും എല്ലാം വളർത്തിക്കൊണ്ട് വന്ന അമ്മ നിരാശയുടെ ഒരു ഇരുളിലേക്ക് അകന്നു പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരുന്ന ഒരു കാലമായിരുന്നു അത്. മകൻ പഠിച്ച് ഒരു നല്ല നിലയിലെത്തി കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെ ഏറ്റ് തൻ്റെ മക്കളെയും തന്നെയും കരുതുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. എന്നിരുന്നാലും അതിനൊന്നും ഒരു സാധ്യതയും കൽപ്പിക്കാത്ത ഒരു ഇരുണ്ട തുരങ്കത്തിലേക്ക് ഞാൻ എന്നെയും എൻ്റെ മനസ്സിനെയും കടത്തിവിട്ടുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും ചെല്ലുന്തോറും തികച്ചും വഷളനായ ഒരു ചെറുക്കനായാണ് ഞാൻ പെരുമാറിയത്. അതിങ്ങനെ തുടർന്നു. അപ്പോൾ പിന്നെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുക എന്നതുപോലും സാധ്യമല്ലാത്ത ഒരു കാര്യമായി തീർന്നിരുന്നു. പുതിയതായി 2 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ പറമ്പിലും ആ ചെറിയ വീടും ഞങ്ങൾക്കുണ്ടായിരുന്നു. അവിടെ അമ്മ പുതിയൊരു വീട് ഓടുമേഞ്ഞ് പണിതു. അങ്ങനെ എനിക്ക് സ്വന്തമായി ഒരു മുറിയും അവിടെ കിട്ടിയിരുന്നു. അമ്മയും സഹോദരിമാരും കൂടി തൊട്ടടുത്ത മുറിയിലായിരുന്നു കിടക്കുന്നത്. ഒരു വലിയ ഹാളും പിന്നൊരു അടുക്കളയും അത് തമ്മിൽ തുറന്നാണ് കിടന്നിരുന്നത്. കട്ട വെച്ച് അവിടെ മാത്രം തിരിച്ചിരുന്നില്ല. പണ്ട് ഞങ്ങൾ തിണ്ണയിൽ കുത്തിയിരുന്ന് വൈകുന്നേരം ആഹാരം കഴിച്ചിട്ട് കണ്ണാടിപ്പാറയിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു ഞങ്ങൾക്ക്
വൈകുന്നേരങ്ങളിൽ ഓടിയും ചാടിയും ഓട്ടപ്പിടുത്തം കളിച്ചുമൊക്കെ അമ്മയും മക്കളും കൂടെ ഉല്ലാസം നടത്തിയിരുന്ന വൈകുന്നേരങ്ങൾ ഞങ്ങൾക്ക് ദുഃഖസാന്ദ്രവും വഴക്കും ബഹളവുമുള്ളതായി. വൈകുന്നേരങ്ങളിൽ ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒച്ചയും ബഹളവും കേൾക്കുന്നത് അവരെ അലോസരപ്പെടുത്തിയിരുന്നു. എനിക്ക് മാറ്റം ഒരിക്കലും ഉണ്ടായില്ല. ദേഷ്യപ്പെട്ട അമ്മ തരുന്ന അടികൾ പോലും എന്നിൽ വേദനയില്ലാതെയാക്കി. ഒന്നിനോടും പ്രതികരിക്കാതെ, ഒന്നിനോടും യാതൊരു വികാരവുമില്ലാതെ വെറുപ്പ് മാത്രമായി ജീവിച്ച കുറേ കാലങ്ങൾ. അത് എൻ്റെ കൗമാരത്തിൽ സംഭവിച്ച ഒരു ഗ്രഹണമാണ്. പള്ളിക്കൂടത്തിൽ പോകാതായതോടുകൂടി ആവണം, അമ്മ പറഞ്ഞിട്ടും ആകണം, അപ്പോഴേക്കും കുഞ്ഞമ്മാവൻ എന്നെ തേടി വന്നു. ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യം മാറിയപ്പോൾ മുതൽ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഞങ്ങളോടുള്ള അകൽച്ചയൊക്കെ അങ്ങ് കുറഞ്ഞിരുന്നു. അതോ വിശപ്പിന് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പാകത്തിന് ആഹാരം ആയതുകൊണ്ട് അമ്മ വീട്ടിൽ പോയി കുത്തിരിച്ചോറ് കഴിക്കാനോ ഇറച്ചി കൂട്ടിയ ആഹാരം കഴിക്കാനോ ഒന്നും ഞങ്ങൾ പോക്ക് നിർത്തിയത് കൊണ്ടാണോ എന്നറിയില്ല, അവരിടയ്ക്കിടെ ഞങ്ങളെ കാണാൻ വരാൻ തുടങ്ങി. പരീക്ഷ എഴുതി തീർന്നതിൻ്റെ പിറ്റേ ദിവസം, അതൊരു ബുധനാഴ്ചയാണ് എൻ്റെ SLC പരീക്ഷ തീരുന്നത്. പിറ്റേ ദിവസം രാവിലെ അമ്മയുടെ അടുക്കലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് ഞാൻ കുഞ്ഞമ്മാവൻ്റെ വീട്ടിൽ നിന്ന് വെളുപ്പിന് തന്നെ ഇറങ്ങി. കുഞ്ഞമ്മായി മല്ലിട്ടിനിൽ ഇട്ട് സൂക്ഷിച്ചിരുന്ന അയൽപക്കങ്ങളിൽ കൊടുത്ത പാലിൻ്റെ പണം കുറേ വാരിയെടുത്ത് ആരുമറിയാതെ ഞാൻ എൻ്റെ ബാഗിൽ ഒളിപ്പിച്ചിരുന്നു. ആ ക്രിസ്മസിന് കുഞ്ഞമ്മായി വാങ്ങിത്തന്ന ഒരു ജോഡി ഡ്രസ്സും അതുകൂടാതെ 1-2 തുണിക്കഷ്ണങ്ങളും എടുത്താണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്.